2 പാട്ട് ഓൾറെഡി പടത്തിലേക്ക് എടുത്തു. ഞാൻ ചുമ്മാ ഇരുന്ന് ഉണ്ടാക്കിയ 2 പാട്ടുകളാണ്. ഒന്ന് സീൻ കോൺട്ര. അത് നമുക്ക് സീൻ കോൺട്രാന്നൊക്കെ എങ്ങനെ എഴുതാൻ പറ്റുന്നതാണ്? സീൻ കോൺട്ര എന്ന് പറഞ്ഞാൽ അവിടെ സാധാരണയായിട്ട് നമ്മളെ ഇതായിരുന്നു അവിടെ നീ വേണ്ട ഇതൊക്കെ അത് വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ആ പാട്ട് എഴുതുന്നത്. ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു പാട്ടിൽ തുടങ്ങണം. ഓ, നമ്മളും ഡയറക്ഷനിലോട്ട് ചിന്തിക്കുന്നുണ്ട്. അതെ അതെ. അപ്പോൾ അപ്പം അതൊരു പാട്ടിൽ തുടങ്ങാം എന്നുള്ളതായിരുന്നു. ഒരു ലവ് ഫെയിലിയർ ആയിരുന്നു. എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കുന്ന ഒരുത്തരായിരുന്നു കിച്ചു. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വലിയ കോഴിയായിരുന്നു അവൻ നാട്ടിൽ. അവൻ ചേട്ടൻ കോഴി, എല്ലാവരും അറിയുന്ന. അപ്പോൾ ഓനെ വിളിച്ചാണ് ഉപദേശം ചോദിക്കുന്നത്. ബ്രേക്കപ്പിന്റെ ആണോ? അതെ. അപ്പം ഇത് വിളിച്ചിട്ട് ആകെ പ്രശ്നമാളിയാന്ന് പറയുമ്പം അവന് അങ്ങനെ പറയരുത്, ഇപ്പം നാട്ടിൽ സീൻ കോൺട്രായി എന്നാണ് പറയണത്, ആകെ പ്രശ്നമായി എന്നുള്ളതിന്. അപ്പം സീൻ കോൺട്രാ രസമുണ്ടല്ലോ, കേൾക്കാൻ രസമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാക്കിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് അവള് വേണ്ട സീൻ കോൺട്ര ഈ റൈമിങ് എനിക്ക് കിട്ടുന്നത്. അപ്പം തന്നെ ആ വീഡിയോ എപ്പോഴും ഉണ്ട്, ഞാൻ എഴുതിയിട്ട്. അതായത് ഇത് രാജേഷ് ഇതൊരു വീഡിയോ എടുക്കുക, രാജേഷിനെ പാടി കേൾപ്പിക്കുകയാണ്. എടാ ഒരു സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് മുട്ടി നടക്കാൻ, തൊട്ടൊരു മീൻ നടക്കാൻ, അത് ഫുള്ള് എഴുതിയിട്ട് രാജേഷ് കൊള്ളാം. എൻ്റെ കയ്യിൽ നേരത്തിൽ അൽഫോൺസ് റിജക്ട് ചെയ്തൊരു ട്രാക്ക് ഇരിപ്പുണ്ട്, അതിൻ്റെ ഒപ്പം ഇതൊന്ന് ചേർത്ത് നോക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ രൂപമായി. അപ്പോൾ നല്ല രസമുണ്ട് കേൾക്കാന്ന് പറഞ്ഞ് ഇതെല്ലാവരും കേൾപ്പിച്ചു അൽഫോൺസ്. ഒരു പ്രേമനൈരാശ്യത്തിന്റെ ട്രോഫി അത്. അതെ. അപ്പം അങ്ങനെ ഞാൻ കരുതുന്നില്ല, അത് ട്രോഫി. അപ്പൊ അത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇതെന്ത് ചെയ്യും, ഈ പാട്ട് വെച്ച് എന്ത് ചെയ്യുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം നിവിനും എല്ലാവരും കേട്ടിട്ട് കൊള്ളാൻ രസമുണ്ട്. അപ്പം നമ്മളൊരു പ്ലാൻ ഇട്ടു, നമുക്കിത് യൂറോപ്പ്, റോം, ഇറ്റലി അവിടെ പോയിട്ട് ഒരു സിംഗിളായിട്ട് നമുക്കിത് ഷൂട്ട് ചെയ്യാം, മ്യൂസിക് വീഡിയോ പോലെ ഷൂട്ട് ചെയ്യാമെന്നുള്ള ഐഡിയയിൽ നിന്നു. അങ്ങനെ അതായിരുന്നു അതിൻ്റെ ഐഡിയ ഇങ്ങനെ വെച്ചിരുന്നത്. പിന്നെ കലിപ്പ് എന്നുള്ള കണ്ണ് ചൂവക്കണ്ണ് പല്ല്, ഇതും വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ പാടിക്കഴിഞ്ഞപ്പോൾ അൽഫോൺസ് എൻ്റെ ഒരു നേരത്തിൽ റിജക്ട് ചെയ്ത് വേറൊരു ട്രാക്ക് ഇരിപ്പുണ്ട്, അതിൻ്റെ ഒപ്പം ഇത് ചേർത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം ചേർത്തപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ ഇത് അൽഫോൺസ് കേൾപ്പിച്ചപ്പോൾ അവൻ വേറൊരു പടം അതിൽ ഇത് ചേർക്കാം, നമുക്ക് അതിന് കറക്റ്റ് ഈ പാട്ട് ചേരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മാറ്റി വെച്ചു. ഇത് രണ്ടും കയറി പടത്തിലേക്ക്. പ്രേമം ഓണായി കഴിഞ്ഞപ്പോൾ ഈ 2 സാഹചര്യത്തിൽ നമുക്ക് ഈ പാട്ടുകൾ യൂസ് ചെയ്യാം എന്നുള്ളതായി. ഈ സീൻ കോൺട്ര 2 സ്റ്റാൻസുകൾ, ഒരു സ്റ്റാൻസും കൂടി നീ എഴുതുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് 3ാമത്തെ സ്റ്റാൻസ്. പട്ടി കൊണ്ടെങ്കിൽ എന്ന പോട്ട് ശ്രദ്ധിച്ചില്ല, അത് സീനാകുമെന്നും അവൻ ചിന്തിച്ചില്ല.